2-2.5 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കൊണ്ടുപോകാം. 1,40,000 രൂപക്ക് i20 ഡീസൽ കൊടുക്കാം. അതായത് ഓൾട്ടോന്റെ പ്രൈസിന് കൊണ്ടുപോകാൻ പറ്റും. 2 പ്രീമിയം ലെവലിലുള്ള 2 7 സീറ്റേഴ്സ് എന്ന് പറയാം. അതിൽ ആദ്യം തന്നെ നമുക്ക് ഒറിജിനൽ കേരള പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ 7777 നല്ല ഫാൻസി നമ്പർ, സിംഗിൾ ഓണർ ആട്ടത്. ഫ്രഷ് കാറിന്റെ അതേ EMI നമുക്ക് യൂസർ കാർ ഇപ്പൊ സമീർക്ക ആദ്യമായിട്ട് 2-3 ലക്ഷം ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാം. 3 ലക്ഷം 4 ലക്ഷം വരെ ക്യാഷ് ബാക്ക് കൊടുക്കാം നമുക്ക് ഈ വാഹനത്തിൽ. ഫുള്ള് ലോണും ചെയ്യാം, ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണ്. അപ്പൊ ഒരു 5 ലക്ഷത്തിന് രൂപന്റെ ഉള്ളിൽ ഡീസൽ വാഹനം അന്വേഷിക്കുന്നവര് അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം, മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇൻഷുറൻസ് 2017 ലാസ്റ്റ് വണ്ടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി ആയിട്ട് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഒരു കൊടുക്കുള്ളൂ. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനം. ഡീസൽ ആണ് പെട്രോൾ ഡീസൽ വരുന്നത് 6 ലക്ഷം രൂപന്റെ മുകളിൽ എന്തായാലും ഡിഫറൻസ് ഉണ്ട്. പ്ലസ് നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സിന്റെ ക്യാഷ് ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ടാവും, കമ്പനി വാറണ്ടി ഉണ്ട്. സോ നമുക്ക് ഏറ്റവും ടോപ്പിന്റെ വാഹനം, അത്യാവശ്യം മൈലേജും കിട്ടൂല. 1 ലക്ഷം വരെ ക്യാഷ് ബാക്കും കൊടുക്കുക. 1 ലക്ഷം ക്യാഷ് ബാക്കും മൊത്തം നമുക്ക് ഓൾ ലെവലിൽ കാണുന്ന എല്ലാ വണ്ടിയുടെ വ്യൂ കാര്യങ്ങളെല്ലാം നമുക്ക് കാണുന്നുണ്ട്. കമ്പനി വാറണ്ടി കിടക്കുന്ന വാഹനം കേട്ടോ. ഡീസൽ എഞ്ചിനാണ്, 24 കിലോമീറ്റർ മൈലേജ് ആണ്. നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. ഈ 3 വാഹനവും ഫുൾ ലോൺ ചെയ്യാം. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്, 2 പുതിയ ടയർ ഉണ്ട്. ഒരു 19 വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഒരു 30ഓളം വാഹനങ്ങൾ ഫുള്ള് ലോൺ ചെയ്യുന്നു. 8 ലക്ഷം രൂപ വിലക്കുറവിൽ നമുക്ക് കൊണ്ടുപോകാം. 8 ലക്ഷം രൂപ. അതായത് പ്രത്യേക ഒരു ഹൈലൈറ്റ് എന്നുള്ളത്, ഈ ഓണമായിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുകയാണ്. ഒരു വാഹനത്തിലും ഇതുവരെ കേരളത്തിലാരും ചെയ്യാത്തൊരു ഓഫർ. അതായത് വേറെ ഒരു ഷോറൂമിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള EMI പെർ ലാക്ക് EMI നമുക്ക് വരുന്നത് വെറും 2,199 രൂപക്ക് ഏറ്റവും കുറഞ്ഞ EMI. ഈ EMI നിങ്ങൾ തവണ ഫ്രഷ് കാർ എടുക്കുന്ന ഒരു ഷോപ്പിൽ നിങ്ങൾ പോയി ചോദിച്ചു നോക്കുക. അതായത് 5 വർഷത്തേക്ക് നമുക്ക് 60 മാസത്തേക്ക് 1,02,199 EMI നമുക്ക് കൊടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും നമ്മള് നല്ലൊരു അടിപൊളി കളക്ഷനൊക്കെ ആയിട്ട് സമീർ ഖാൻ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ക്യാഷ് ബാക്കിൽ വരെ നമുക്ക് കൊണ്ടുപോകാൻ വാഹനങ്ങൾ എന്നുള്ളതാണ്. ഇത്തവണ നമുക്ക് അത്യാവശ്യം നല്ല SUV കളക്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തവണ ബലേനൊക്കെ തവണ നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവില്ല, 4-5 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാം. ഹെഡ്-അപ്പ് ഡിസ്പ്ലേ ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഇനി കിയന്റെ സോണറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ ഫോർച്യൂണർ, അങ്ങനെ A to Z നമുക്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക SUVകളും കോമ്പാക്ട് XUVകളുടെയും നല്ലൊരു കളക്ഷൻസ്. സമീർക്ക, നമുക്ക് എത്ര വാഹനങ്ങൾ ഫുൾ ഓൺ ഉണ്ട്? ഒരു 19 വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഒരു 30ഓളം വാഹനങ്ങൾ ഫുള്ള് ലോൺ ചെയ്യുന്നു. അതായത് നമുക്ക് EMI എടുക്കാൻ നമ്മൾ തയ്യാറാണോ, അതിന് നമുക്ക് കപ്പാസിറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ക്യാഷ് ബാക്കിലൊക്കെ കൊണ്ടുപോകാം. ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു 8 ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പുത്തൻ വാഹനം. അന്ന് വാഹനം ഇറങ്ങുമ്പോൾ 21,54,000 രൂപ ബില്ല് വിലയുള്ള വാഹനങ്ങളൊക്കെ 8 ലക്ഷം രൂപ വിലക്കുറവിൽ നമുക്ക് കൊണ്ടുപോകാം. 8 ലക്ഷം രൂപ. അതായത് പ്രത്യേക ഒരു ഹൈലൈറ്റ് എന്നുള്ളത്, ഈ ഓണമായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുകയാണ്. ഒരു വാഹനത്തിലും ഇതുവരെ കേരളത്തിലാരും ചെയ്യാത്തൊരു ഓഫർ. അതായത് വേറെ ഒരു ഷോറൂമിലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള EMI പെർ ലാക്ക് EMI നമുക്ക് വരുന്നത് വെറും 2,199 രൂപക്ക് ഏറ്റവും കുറഞ്ഞ EMI. ഈ EMI നിങ്ങൾ തവണ ഫ്രഷ് കാർ എടുക്കുന്ന ഒരു ഷോപ്പിൽ നിങ്ങൾ പോയി ചോദിച്ചു നോക്കുക. അതായത് 5 വർഷത്തേക്ക് നമുക്ക് 60 മാസത്തേക്ക് 1,02,199 EMI നമുക്ക് കൊടുക്കാൻ പറ്റും. ഇന്ന് കേരളത്തിൽ ഈ ഒരു ഓഫർ വേറെ ആരും കൊടുത്തിട്ടില്ല. അപ്പൊ ശരിക്കും ഈ ഒരു EMI നിങ്ങൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഫ്രഷ് കാറിന് നമ്മൾ ഒരു ഷോറൂമിൽ പോവാണെങ്കിൽ ഒരു പക്ഷെ 7 വർഷത്തിന് നമുക്ക് ഇതിലേറെ കുറച്ച് തരാം. 7 വർഷത്തേക്ക് ഏകദേശം 1,800 രൂപ 1,798 രൂപ ഒക്കെ ആ റേഞ്ചിലൊക്കെ 7 വർഷത്തേക്ക് വരുന്നത്. അപ്പൊ തവണ ഇതൊരു നല്ലൊരു ഓഫർ ടൈം ആണ്. അതായത് നമുക്ക് ഫ്രഷ് കാറിന്റെ അതേ EMI നമുക്ക് യൂസർ കാർ ഇപ്പൊ സമീർക്ക ആദ്യമായിട്ട് നമുക്ക് എവിടെയും കിട്ടൂല എന്ന് ഷുവർ ചെയ്യാം. ആദ്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടാണ്. 750 സിവിൽ വേണം, 6 മാസത്തെ ബാങ്കിങ് വേണം, 1 കൊല്ലത്തെ ട്രാക്ക് ഉണ്ടെങ്കിൽ എല്ലാ വാഹനവും നമുക്ക് 16ന് മുകളിലുള്ള എല്ലാ വാഹനവും നമുക്ക് ഈ ഒരു EMI ചെയ്യാൻ പറ്റും. അപ്പൊ നല്ലൊരു ബെസ്റ്റ് ഓഫറാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സോ നമുക്ക് യൂസ്ഡ് കാർ ഫ്രഷ് കാറിന്റെ EMI നമുക്ക് എടുക്കാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് വരുന്ന എല്ലാ വാഹനങ്ങൾക്കും
നമ്മൾ പറയുന്ന റേറ്റിനേക്കാളും നമുക്ക് ഒരുപാട് നെഗോഷ്യബിലിറ്റി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ കയ്യിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പുതിയ ഒരുപാട് അപ്ഡേഷനുകൾ വാഹനങ്ങളിൽ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിങ്ങള് WRV ഒക്കെ നമുക്ക് ഷോറൂമിൽ പോയാൽ കാണാത്ത അത്രയും ഇവിടെ കളക്ഷൻസ് ഉണ്ട്, എല്ലാ ഷേപ്പുകളും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് നമുക്ക് നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന കുറഞ്ഞ മെയിൻ്റെനൻസ് വരുന്ന വാഹനമാണ്. ഹോണ്ട വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ടയോട്ടന്റെ അതേ സെയിം ലെവലിൽ വരുന്ന ജപ്പാൻ എഞ്ചിനാണ്. സോ നമുക്ക് നല്ല അടിപൊളി മൈലേജ് ഒക്കെ കിട്ടുന്ന കുറഞ്ഞ മെയിൻ്റെനൻസ് ഒക്കെ ഉള്ള ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. സോണറ്റ് വരുന്നുണ്ട്. അപ്പൊ സമീർ നമ്മൾ RB മോട്ടോഴ്സിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാം? കറക്റ്റ് നമ്മുടെ ലൊക്കേഷന് മലപ്പുറം ജില്ലയിൽ വണ്ടൂര്, മഞ്ചേരിയിൽ നിന്ന് 20 കിലോമീറ്റർ, പെരിന്തൽമണ്ണ 20 കിലോമീറ്റർ, എല്ലാ സൈഡിൽ നിന്ന് ഒരു 20 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ നമുക്ക് വണ്ടൂര് എത്തിപ്പെടാൻ പറ്റും. ഇനി ലോങ് ഡ്രൈവ് എന്ന് വരുന്ന ആളുകൾ ട്രെയിൻ വരികയാണെങ്കിൽ നമുക്ക് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ റോട്ടിൽ പോകുമ്പോൾ വാണിയമ്പലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ 3 കിലോമീറ്റർ അടുത്താണ് നമ്മുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓട്ടോ വിളിച്ച് പോരാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്ക് പെരിന്തൽമണ്ണെന്ന് പോരുമ്പോൾ വണ്ടൂർ എത്തുന്നതിന്റെ 1 കിലോമീറ്റർ മുന്നേ റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരിയുള്ള വ്യാപാരി ഭവൻ റോഡാണ്. 200 മീറ്റർ പോന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടും ഷോപ്പും കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ്. അപ്പൊ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയും. അപ്പൊ അതാണ് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം മറ്റു കാര്യങ്ങൾക്ക് ഇടയിൽ പറയാം. ഈ 21 മോഡൽ ഒരു WRV നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും. 21 മോഡല് ഇതിന് ന്യൂ ഷേപ്പ് ആണ്. അത് നല്ല കിടിലം. അതിന്റെ തൊട്ട് മുമ്പ് വരെ ഇതായിരുന്നു വന്നിരുന്നത്. പിന്നെ ഫേസ് ലിഫ്റ്റ് വന്നിട്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അതായത് സൺറൂഫ് വരെ വരുന്ന വാഹനം. ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫറിലാണ്. ഓഫർ ലൈറ്റ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസ് ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ. അതായത് നമുക്ക് മെയിൻ്റെനൻസ്, അതായത് ടയോട്ടന്റെ സെയിം അല്ലെ, അതിലേറെ കുറഞ്ഞ നമ്മൾ ലീവ് ഒക്കെ എടുക്കുന്നവരെ സംബന്ധിച്ച് അതിലേറെ നല്ല പെർഫോമൻസ്. ഫീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുടെ പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും വണ്ടി സ്റ്റെബിലിറ്റി ആണെങ്കിലും എല്ലാ ഭാഗത്തിലും മുന്നിൽ നിൽക്കുന്ന വാഹനമാണ്. അതേപോലെ നല്ല ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, അതുപോലെ വോയിസ് കൺട്രോൾ, റിവേഴ്സ് ക്യാമറ, സെൻസർ, ടച്ച് സ്ക്രീന്, ലെതർ സീറ്റ്, എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. ഡയമണ്ട് കട്ട് വീല്, മിറർ ഫോൾഡിങ്, ഇലക്ട്രിക്കൽ മിറർ, അതുപോലെ തന്നെ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആണ് വാഹനം. അതേപോലെ ഇൻഷുറൻസ്, പുതിയ ഇൻഷുറൻസ് അടക്കം വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ് ഉള്ള വാഹനങ്ങൾ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, നമുക്ക് 20 മോഡൽ, 21 റേഷർ, 21 ഡെലിവറി കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പോട് കൂടിയ ഈ വാഹനം ഇന്ന് മാർക്കറ്റിൽ 10 ലക്ഷം രൂപ 990, 9.25 ലെവലിൽ വിറ്റുകൊടുക്കുന്ന വാഹനമാണ്. ഈ ഒരു വാഹനം വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്, 2 പുതിയ ടയർ ഉണ്ട്. ഈ ഒരു വാഹനം നമുക്ക് 8.25 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 8.25 ലക്ഷം ഏകദേശം മാർക്കറ്റ് റേറ്റിനേക്കാളും ഒരു 1 ലക്ഷം 1.25 ലക്ഷം രൂപ കുറച്ച് കൊടുക്കാൻ പറ്റും. ഒരു റീപ്ലേസോ ക്ലെയിമോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല. സിംഗിൾ ഓണർ വാഹനം 40,000 കിലോമീറ്റർ. ഈ ഒരു വണ്ടി നമുക്ക് ട്രാക്കിലുള്ള ആളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഇമെയിൽ നമുക്ക് കൊണ്ടുപോകാം. തീർച്ചയായിട്ടും ചെറിയ ഇമെയിൽ നമുക്ക് കൊണ്ടുപോകാൻ പെർ ലാക്കിന് 2,199, പെർ ലാക്കിന് 2,200 കൂട്ടിയാലും ഈ ഒരു EMI റേറ്റിൽ വേറെ ഒരാൾക്കും കൊടുക്കാൻ കഴിയൂല. ഇനി മുതൽ ഉണ്ടാവും. ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ വെയിറ്റ് ചെയ്തോളി. നല്ല അടിപൊളി ഓഫറാണ് അല്ലെ. അടുത്ത തവണ നമുക്ക് WRV 2019 മോഡൽ സിംഗിൾ ഓണർ ഡീസൽ VX ഓപ്ഷൻ, അടിപൊളി നമ്പർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ എടുത്തു കൊടുക്കും. ടച്ച് സ്ക്രീന് കാര്യങ്ങൾ ഇതിന് എക്സ്ട്രാ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS, വരുന്ന വാഹനം. സൺറൂഫ് കാര്യങ്ങളൊക്കെ പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് മൈലേജ് ആണ്. മൈലേജ് 24 കിലോമീറ്റർ, 23 കിലോമീറ്റർ, 24 കിലോമീറ്റർ ലോങ്ങിൽ മൈലേജ് കിട്ടും. നല്ലൊരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു വാഹനം. ഈ ഒരു വാഹനം നമുക്ക് ഇതും 8.25 ലക്ഷം രൂപ കൊടുക്കാം. അതും ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ 750 സിബിലും 6 മാസത്തെ ബാങ്കിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരുപാട് കസ്റ്റമർ ചോദിച്ചു എന്തിനാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അയച്ചു കൊടുക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് എന്തിനാണ്? 5 ലക്ഷത്തിന്റെ മുകളിലുള്ള വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ലോൺ കിട്ടുക. AQB ചെക്ക് ചെയ്യാനാണ് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. അതായത് ആവറേജ് ബാലൻസ് 5, 10, 15, 20, 25, 30 ഈ ഡേറ്റുകളിൽ നമ്മളെ ബാലൻസ് എത്രയെന്ന് കീപ്പ് ചെയ്ത് നോക്കിയിട്ട് അതിൽ ശരാശരി ബാലൻസ് നോക്കിയിട്ടാണ് നമുക്ക് EMI കാൽക്കുലേഷൻ ചെയ്യുന്നത്. അടുത്തതാണ് വീണ്ടും അതിന്റെ മറ്റ് ഒന്നുകൂടി. അതെ, ഇത് 18 ലാസ്റ്റ് ആണ്. 18 12-ാം മാസം വരുന്ന വാഹനം. ഇതും സിംഗിൾ ഓണർ ആണ്. ഒറിജിനൽ കേരള വാഹനമാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഡാഷ്ബോർഡ് ക്യാമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി വാഹനം, വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങൾ. ടയർ കണ്ടീഷൻ ഒരു 90%. 4 ടയറും പുതിയതാണ്.
ഓക്കെ. അപ്പൊ നമുക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ട്, ഇത് ഫുൾ ഓപ്ഷൻ ആണ്, സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ള ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഇത് 8.4 ലക്ഷം രൂപ കൊടുക്കാം. വണ്ടിയിൽ റേറ്റ് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആളുകൾ മാക്സിമം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2018 12 മാസം സിംഗിൾ ഓണർ വാഹനമാണ്, ഡീസൽ എഞ്ചിനാണ്, 24 കിലോമീറ്റർ മൈലേജ് ആണ്. നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. ഈ 3 വാഹനവും ഫുൾ ലോൺ ചെയ്യാം. അടുത്ത തവണ നമുക്ക് ക്രെറ്റന്റെ ഫസ്റ്റ് ജനറേഷൻ, അത് ഇന്നും ഡിമാൻഡുള്ള വാഹനമാണ്. കാരണം നല്ല മൈലേജും നല്ല ബോഡി വെയിറ്റും പെർഫോമൻസും ഇല്ല. ഇപ്പൊ ഈ കാണിച്ച വണ്ടികളൊക്കെ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇതും ടോപ്പ് എൻഡ് ആണ്. 6 എയർ ബാഗ്, ബട്ടൺ സ്റ്റാർട്ട്, 1.6 XX ഓപ്ഷൻ വരുന്ന വാഹനം. അതായത് 4 പുതിയ ടയർ. വേറെ വണ്ടി കസ്റ്റമർക്ക് ഒന്നും ചെയ്യാനില്ല. അടിപൊളി ലെതർ സീറ്റ് കവർ, ഡയമണ്ട് കട്ട് വീല്, 6 എയർ ബാഗ്, അടിപൊളി ഇന്റീരിയർ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ വണ്ടി ഈ വാഹനം ഇപ്പോഴും കൊണ്ടുവരുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സെറാമിക് കോട്ടിങ് ഒരു 19,000 രൂപ ഇതിന് അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ചെലവാക്കിയ വാഹനമാണ്. ഈ ഒരു വാഹനം നമുക്ക് ഇപ്പൊ നിലവിൽ 7 ലക്ഷം രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. 7 ലക്ഷം രൂപയിൽ 7 ലക്ഷത്തിന്റെ പ്രൈസിന് ഏറ്റവും ടോപ്പ് എൻഡ് അന്ന് ഏകദേശം ഡീസൽ 17 ലക്ഷം രൂപന്റെ അടുത്ത് വില വന്നിട്ടുള്ള വന്നിട്ടുള്ള വാഹനം ഇന്ന് നമുക്ക് 7 ലക്ഷം രൂപക്ക് കൊടുക്കാന്ന് മാത്രമല്ല, ഈ ഒരു വാഹനത്തിൽ 7,75,000 വരെ ലോണും ചെയ്യാം. ഒരു 25,000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് പുതിയൊരു വാഹനം എടുക്കാം. 2 മാസത്തെ അടവിന്റെ പൈസ കയ്യിൽ പിടിക്കാം. പ്രൊജക്ടർ ലാമ്പ്, DRL, പുഷ് ബട്ടൺ, കീലെസ് എൻട്രി, അതുപോലെ തന്നെ പുതിയ ഇൻഷുറൻസ്, സെക്കൻഡ് ഓണർ, ഡീസലില് 1.5 കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റി വെഹിക്കിൾ, ഷോറൂം ഫുൾ സർവീസ്. പിന്നെ ഫ്രഷ് കഴിഞ്ഞ അതേപോലെ തന്നെ നമുക്ക് ഇതാവണം. ആദ്യമായിട്ടാണ് ബലേന ഞാൻ ന്യൂ മോഡൽ 2 ചെയ്തിട്ടുണ്ട്. പക്ഷെ എഡ് പ്ലസ് പേ കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. ഇന്ന് ഷോറൂമിൽ അന്ന് 12 ലക്ഷത്തിന്റെ മുകളിൽ ബില്ല് വില ഉള്ള വാഹനം ഇന്ന് 16 ഇന്ന് ഈ ഒരു വാഹനം ആൽഫ ഏറ്റവും ടോപ്പ് എൻഡ് 50,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയുണ്ട്. മാരുതി ഇത്രയും ചെറിയ വാഹനത്തില് അത്രയും പെർഫോമൻസ് കാര്യങ്ങള് കീ ഉണ്ടോ? ഒന്ന് എടുത്താണ്. കീലെസ് എൻട്രി വരുന്നുണ്ട് ഈ വാഹനത്തിൽ കേട്ടോ. ഏറ്റവും ടോപ്പ് എൻഡ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കിയതാണോ, നമുക്ക് ഓൺ ആയി വരുമ്പോ നേരെ ഡിസ്പ്ലേ ഓൺ ആയി വരും. 360 ക്യാം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. 360 ക്യാമറ മൊത്തം നമുക്ക് ഓൾ ലെവലിൽ കാണുന്ന എല്ലാ വണ്ടിയുടെ വ്യൂ കാര്യങ്ങളെല്ലാം നമുക്ക് കാണുന്നുണ്ട്. കമ്പനി വാറണ്ടി കിടക്കുന്ന വാഹനം കേട്ടോ. കമ്പനി വാറണ്ടി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇതിന്റെ ടോപ്പ് വേരിയന്റ്. ഇതിന്റെ ഏറ്റവും ഇതിന്റെ മുകളിൽ 6 എയർ ബാഗ് മാരുതിയിൽ വന്ന വാഹനമാണിത്. 6 എയർ ബാഗ് സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ അത്രയും വലിയ പ്രീമിയം ലെവലിൽ വരുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ ഹെഡ് ഡിസ്പ്ലേ. നമ്മൾ സെൽട്ടോസിലൊക്കെയാണ് ആദ്യമായിട്ട് ഈ സാധനം കാണുന്നത്. ആ ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഈ കസ്റ്റമർ ഒരുപാട് ആക്സറീസ് ചെയ്തിട്ടുണ്ട് വാഹനത്തിൽ. ഏകദേശം സബ് കാര്യങ്ങളൊക്കെ, ആമ്പ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഈ ഒരു വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുവരുന്നില്ല. ഒരു കമ്പനി എന്നല്ലാതെ ഒരു സർവീസ്, ഒരു നെറ്റ് ബോൾട്ട് പോലും സർവീസ് പുറത്തുനിന്ന് ചെയ്തിട്ടില്ല. 50,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. 47 കമ്പനിന്ന് ടയർ 4 മാറിയിട്ടുണ്ട്. 4 പുത്തൻ ടയർ. കസ്റ്റമർക്ക് ഒന്നും ചെയ്യാനില്ല. ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്തു കൊടുക്കും ചെയ്യും. നിലവിലെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇപ്പൊ നിലവിലുണ്ട്. ഫസ്റ്റ് ക്ലാസ്സും 1 മാസത്തേക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. അപ്പൊ നമ്മള് ഏറ്റവും ടോപ്പ് എൻഡ് മാനുവലില് അത്യാവശ്യം നമുക്ക് ലോങ്ങില് 20, 22 ഒക്കെ മൈലേജ് കിട്ടുന്നു. കമ്പനി 24 ഒക്കെ പറയുന്നുണ്ട്. 20, എന്തായാലും നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന കമ്പനി വാറണ്ടി ഉള്ള വാഹനം. അപ്പൊ നമുക്ക് 12 സംതിങ് ഇപ്പൊ അതിലേറെ കൂടുതൽ വരുന്നുണ്ട്. നമ്മളിവിടെ എത്രയാണ് സമീർ ഭായി ചോദിക്കുന്നത്? ഇന്നിപ്പോ മാർക്കറ്റിൽ ഈ വാഹനം 10 ലക്ഷം രൂപക്ക് വിറ്റുകൊടുക്കുന്നതാണ്. 22 ലാസ്റ്റ് സിംഗിൾ ഓണർ വാഹനം, 22 കമ്പനി വാറണ്ടി ഉള്ള ഈ ഒരു വാഹനം ഇന്ന് 10 ലക്ഷം 9.25 ലക്ഷം രൂപക്ക് വിൽക്കുന്ന വാഹനം 2 ലക്ഷം രൂപന്റെ 3 ലക്ഷം രൂപന്റെ മാർക്കറ്റ് റേറ്റിൽ തന്നെ കുറച്ച് നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പൊ അത് 8 സംതിങ്ങിന് അല്ല 7,75,000 രൂപ. 7,75,000 രൂപ ഒരു ബേസ് മോഡൽ പോലും ഇപ്പൊ കിട്ടൂല. ബേസ് മോഡലിൽ തന്നെ നമുക്ക് ഷോറൂമിൽ തന്നെ A90 അടുത്ത് വരുന്നുണ്ട്. ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. അതായത് ബേസ് മോഡലിന്റെ ഒന്നും ഉണ്ടാവില്ല. അതായത് നമുക്ക് ബേസ് മോഡലിന്റെ പ്രൈസിന് തവണ ഏറ്റവും ടോപ്പ് എൻഡ് നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ഒരുപാട് ലക്ഷം കമ്പനി വാറണ്ടി ഉണ്ട്. അപ്പൊ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ വരിക, നമുക്ക് വണ്ടി 1 ലക്ഷം വരെ ക്യാഷ് ബാക്കും കൊടുക്കാം. 1 ലക്ഷം ക്യാഷ് ബാക്കും കൊടുക്കാം. അങ്ങോട്ട് നമുക്ക് 1 ലക്ഷം വേണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പൊ അത്രയും അടിപൊളി വണ്ടിയില്ല. അതേപോലെ തന്നെ നമുക്ക് ഇതാവണോ ക്രെറ്റ
എല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകൾ ക്രെറ്റ ഏറ്റെടുത്തിട്ട് എല്ലാ ജനറേഷനും അതെ അതെ അതിൽ ഏറ്റവും കൂടുതൽ ഒന്നോടെ ആളുകൾ ഏറ്റെടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇതും കമ്പനി വാറണ്ടി ഉള്ള വാഹനമാണ്. ഇതും ആ വണ്ടിയിലൊക്കെ നമുക്ക് ഒരുപാട് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഇതിൽ പനോരമിക് ആയിട്ട് വന്നിട്ടുണ്ട്. സൺറൂഫ് വന്നിട്ടുണ്ട്, സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, എയർ ബാഗ് 6 എയർ ബാഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പേഡൽ ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. നമുക്ക് കമ്പനി തന്നെ വയർലെസ് ചാർജർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഇതിന്റെ ഫീച്ചേഴ്സ് പറയുന്ന ഒരു ദിവസം തന്നെ ഉള്ള ഒരു വീഡിയോ ഫീച്ചേഴ്സ് വണ്ടി ഇന്റീരിയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലൈറ്റിലൊക്കെ പോകുന്ന അതേ ഫീലാണ്. വണ്ടി ഭയങ്കര ലുക്ക്. 4 യോക്ക് കോണ്ടിനെന്റലിന്റെ പുത്തൻ ടയറാണ് കേട്ടോ. 4 ടയറും പുതിയത്. ഇൻഷുറൻസ് നിലവിൽ ഇപ്പൊ ഈ മാസം തീർന്നുണ്ട്. 2 ദിവസമായിട്ടുള്ള തീർന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും കസ്റ്റമർക്ക്. കമ്പനി വാറണ്ടി 1,40,000 വരെ കമ്പനി തന്നെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. വണ്ടി വെൽ മെയിൻറ്റൈൻഡ്. സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ട് ഒരു 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2020 ലാസ്റ്റ് പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്ന ക്രെറ്റ അന്ന് വില വന്നിട്ടുള്ള ഈ വണ്ടി ഇറങ്ങുന്ന 2020 ലാസ്റ്റിൽ ഇറങ്ങുന്ന വില സമയത്ത് 21,54,000 രൂപ ബില്ല് വിലയുള്ള വാഹനം ഇന്ന് നമുക്ക് വെറും 13.25 ലക്ഷം രൂപ കൊടുക്കാം. ഏകദേശം 8-9 ലക്ഷം രൂപ വ്യത്യാസം കൊടുക്കാൻ പറ്റും. ഇന്നത്തെ വില കേട്ടോ. അന്ന് വാഹനം ഇറങ്ങുമ്പോ ഞാൻ ഇൻവോയ്സ് നോക്കിയിട്ട് പറയുന്നത് 21,54,000 രൂപ ഇൻവോയ്സ് ഉള്ള വാഹനമാണ്. KL 65 0206 വരുന്ന ക്വാളിറ്റി വാഹനം. ഇന്നിപ്പോ നമുക്ക് റേറ്റ് വന്നിട്ടുണ്ട്. ഫുള്ള് ലോൺ ചെയ്യാം. 15,85,000 വരെ ലോൺ ചെയ്യാം. ആണെങ്കിൽ 2-2.5 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കൊണ്ടുപോകാം. അതും പുതിയ ക്രെറ്റ. നമ്മളൊരു US ബ്രാൻഡിലേക്കാണ് വന്നിട്ടുള്ളത്. ജീപ്പ് കോമ്പസ് പെർഫോമൻസിന്റെ കാര്യത്തിലും ഫെസിലിറ്റീസിന്റെ കാര്യത്തിലും സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു കിടുക്കാച്ചി വാഹനം. 2017 ലാസ്റ്റ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് അല്ല സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വാഹനം കേട്ടോ. ഏറ്റവും ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനിൽ വരുന്ന വാഹനം. ഇതിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും സ്റ്റാരിംഗ് കൺട്രോള്, അതുപോലെ തന്നെ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, പ്രൊജക്ടർ, ഹെഡ്ലാമ്പ്, DRL, റണ്ണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഏറ്റവും ടോപ്പ് എൻഡിന് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. നല്ല അടിപൊളി നമ്പറാണ്. B2B ഇൻഷുറൻസ് ഇപ്പോഴും കവേർഡ് ചെയ്ത് പോരുന്ന വാഹനമാണ്. അതായത് ബമ്പർ ടു ബമ്പർ B2B ഇൻഷുറൻസ് 2017 ലാസ്റ്റ് വണ്ടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി ആയിട്ട് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഒരു കൊടുക്കുള്ളൂ. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനം. ഡീസൽ ആണ് പെട്രോൾ? ഡീസൽ വരുന്ന 2.0 ഡീസൽ എഞ്ചിൻ വരുന്ന ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള നല്ല ക്വാളിറ്റി വരുന്ന വെഹിക്കിൾ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ആക്സിഡന്റ് കൂടി ഒന്നുമില്ല. പെർഫോമൻസ് പറഞ്ഞാൽ ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഡീസൽ അപാര പെർഫോമൻസും സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. 1,10,000 താഴെ കിലോമീറ്റർ 1.9 സംതിങ് ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസ് ആണ്. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. ഒരു റീപ്ലേസ് ഇല്ലാത്ത ഈ വാഹനം 11,50,000 രൂപ കൊടുക്കാം. 11,50,000. ഇപ്പത്തെ വില 32 ലക്ഷം 34 ലക്ഷം രൂപ ഇപ്പൊ വില വന്നിട്ടുണ്ട്. റേറ്റിൽ ഒന്നിൽ കൊടുക്കാം. നമുക്ക് ഈ വാഹനം ഒരു ക്ലെയിമും റീപ്ലേസും ഇല്ലാത്തൊരു വാഹനമാണ്. ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റും. വെൽ മെയിൻറ്റൈൻഡ്. വണ്ടിന്റെ ഇന്റീരിയർ നമ്മൾ പോളിഷ് ചെയ്ത് വെച്ചതല്ല, കമ്പനി ക്വാളിറ്റിയാണ് വാഹനം. അപ്പൊ പോളിഷും കൂടി ചെയ്തെടുത്ത കിടിലം വണ്ടിയായിട്ട് ഫ്രഷ് വണ്ടി അതേപോലെ വണ്ടി ഒന്ന് കണ്ടാൽ അറിയാൻ പറ്റും. നമ്മൾ ചെയ്തു വെക്കുന്ന വണ്ടിയും അതുപോലെ തന്നെ കമ്പനി വരുന്ന കണ്ടീഷനിലുള്ള വാഹനവും രണ്ടും വ്യത്യസ്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അടുത്തതാണോ നമ്മുടെ ടൊയോട്ട അർബൻ ക്രൂയിസർ? ഇതെങ്ങനെയായിരുന്നു? ഇതും ടോപ്പ് എൻഡ് ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് മറ്റേ അർബൻ ക്രൂസറില് പ്രീമിയം പ്ലസ് ഡുവൽ ടൂൺ അന്ന് വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് വാഹനം. അത് നല്ല കിടിലൻ കളറുമാണ്. ഇന്റീരിയർ ഒക്കെ ഇതിനൊക്കെ മാച്ച് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. മിറർ, ഇലക്ട്രിക്കൽ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, കമ്പനി തന്നെ എല്ലാ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊണ്ടിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. ടോപ്പ് എൻഡ് അർബൻ ക്രൂസറിൽ ഈ ഒരു അന്ന് വില വന്നിട്ടുള്ള 14 ലക്ഷം രൂപന്റെ അടുത്ത് മുകളിൽ വന്നിട്ടുള്ള വാഹനമാണ്. 15 ലക്ഷത്തിന്റെ അടുത്ത് വില വന്നിട്ടുള്ള വാഹനം. ഈ വാഹനം 2021 12 മാസം 27-ാം തീയതിയാണ് രജിസ്ട്രേഷനും ഡെലിവറിയും വരുന്നത്. 2022 തന്നെ നമുക്ക് പറയാൻ പറ്റും. ഡുവൽ ടൂൺ കളർ കമ്പനി വരുന്നതാണ്, എക്സ്ട്രാ ചെയ്തതല്ല. ഒരുപാട് ഫിറ്റിംഗ്സ് അവർ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലെതർ സീറ്റ് കമ്പനി എക്സ്ട്രാ ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ള ഈ ഒരു അർബൻ ക്രൂസർ 23,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ, വെറും 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ഒരു വാഹനം നമുക്ക് 9
9,25,000 രൂപ കൊടുക്കാം. 9,90,000 നമ്മൾ ചോദിക്കുന്നത്. 9,25,000 രൂപ കൊടുക്കാം. ഏകദേശം നമുക്ക് ഫ്രഷ് നോക്കുമ്പോൾ ഏകദേശം ഒരു 6 ലക്ഷം രൂപന്റെ മുകളിൽ എന്തായാലും ഡിഫറൻസും ഉണ്ട്. പ്ലസ് നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സിന്റെ ക്യാഷ് ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ടാവും. കമ്പനി വാറണ്ടി ഉണ്ട്. സോ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം, അത്യാവശ്യം മൈലേജും കിട്ടൂല. ടയോട്ടന്റെ ഗ്ലാൻസ അല്ല, അതെ, ഇതും കമ്പനി വാറണ്ടി ഉണ്ട്. 2-3 മാസം കൂടി കമ്പനി വാറണ്ടി ഉള്ള വാഹനമാണ് ഗ്ലാൻസ. അതും ടോപ്പ് എൻഡ് ആണ്. നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ വാഹനവും ടോപ്പ് എൻഡ് ആണ്. ഒരു വാഹനവും അതിന്റെ താഴെ വരുന്ന ഒറ്റ വാഹനവും കാണിച്ചിട്ടില്ല. ഏറ്റവും ഫുൾ ലോഡ് വാഹനം, ഏറ്റവും ഫുൾ ലോഡ് വാഹനം. അതും ഇന്റീരിയർ ഒക്കെ നോക്കണ കിഡില ഇന്റീരിയർ ആണ്, ഏറ്റവും ടോപ്പ് എൻഡ്. പിന്നെ നമുക്ക് അതിന് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടിപൊളി സീറ്റുകൾ, കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇൻഷുറൻസ്, പുത്തൻ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും വാഹനത്തിന് നിലവിലില്ല. നിലവിലിപ്പോ ഈ വാഹനം 2,20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷം കമ്പനി വാറണ്ടി കൊടുക്കുന്നതാണ്. ഇപ്പൊ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇനി ഒരു 1.5 കിലോമീറ്റർ കൂടി നമുക്ക് അണ്ടർ വാറണ്ടിയിൽ ഓടിക്കാം. കമ്പനി വാറണ്ടി, ഡയമണ്ട് കട്ട് വീല്, മിറർ ഫോൾഡിങ്, മിറർ ഇൻഡിക്കേറ്റർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഏറ്റവും ടോപ്പ് എൻഡ് വി ഓപ്ഷൻ വരുന്ന വാഹനം. എന്തെല്ലാം കമ്പനിയിൽ ഫേസ് അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ. 19 ലാസ്റ്റ് വരുന്ന ഈ ഒരു ബലെനോ അല്ല ഗ്ലാൻസ നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. ഏകദേശം നമുക്ക് നല്ലൊരു ക്യാഷ് പ്രൈസിലാണ് നമുക്ക് കൊടുക്കുന്നത്. ഇപ്പൊ നിലവിൽ 740, 750 ലെവലിലൊക്കെ വിൽപ്പന നിലവിലുള്ള വണ്ടിയാണ്. ഫ്രഷ് ആണെങ്കിൽ നമുക്ക് 10ന് മുകൾക്ക് പോലെ 12 അടുത്ത് വരും. 12ന്റെ അടുത്ത് വരും. അപ്പൊ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം അല്ല, അത് നമുക്ക് ഏകദേശം 2.5 ലക്ഷം വരെ കമ്പനി. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 1160 അന്നത്തെ വില ഉണ്ട്. ഇന്ന് ഇതിന്റെ ഷേപ്പ് ഒക്കെ മാറി. ഇന്ന് നമുക്ക് ഇതിന്റെ 12ന്റെ മുകളിൽ വില വന്നിട്ടുള്ള വാഹനം. അടുത്ത തവണ നമുക്കൊരു കിഡ്ലം വണ്ടിയാണ്, ക്രോസ് മോഡൽ ആണ്, i20ന്റെ ആക്റ്റീവ് അല്ലെ. അത് നമുക്ക് അത്യാവശ്യം റൂഫ് റെയില് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽറ്റ് വേരിയന്റ് ആണ്. നല്ല അടിപൊളി നമ്പറാണ്. ചാലക്കുടി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു? 2015 സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ഏറ്റവും ടോപ്പ് എൻഡ് സ്റ്റൈൽ XX ഓപ്ഷൻ വരുന്ന വാഹനം കേട്ടോ. ഇത് ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതായത് റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആണ് വരിക. ഒരു സ്പോർട്ടി ഇതിലാണ്, സ്പോർട്ടി ലുക്ക് ഉള്ള വാഹനം. അതേപോലെ തന്നെ നമ്മളെ എലൈറ്റിൽ വ്യത്യസ്തമായിട്ട് എല്ലാ രൂപത്തിലും ഹൈറ്റ് വ്യത്യാസം വരും. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് വ്യത്യാസം വരും. 6 സ്പീഡ് ഗിയർ ബോക്സ് തന്നെ 2 ടൈപ്പ് എഞ്ചിൻ വരുന്ന വാഹനങ്ങളിൽ ഒന്നാണ് ഈ ഒരു വാഹനം. 2015 സെക്കൻഡ് ഓണർ, A to Z കമ്പനി സർവീസ്. ഡീസലിൽ 20 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് കിട്ടും. ഡയമണ്ട് കട്ട് വീൽ വരുന്നുണ്ട്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, DRL വരുന്നുണ്ട്, കോർണർ ലൈറ്റ് വരുന്നുണ്ട്, എയർ ബാഗ്, ABS, പുഷ് ബട്ടൺ ഒക്കെ പിന്നെ ഈ വാഹനത്തിൽ നോർമൽ ആയിട്ടുള്ള വാഹനം തന്നെ. ഈ ഒരു വാഹനം നമുക്ക് വെറും 5 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ്, മാക്സിമം കുറച്ചു കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണ്. അപ്പൊ ഒരു 5 ലക്ഷത്തിന് രൂപന്റെ ഉള്ളിൽ ഡീസൽ വാഹനം അന്വേഷിക്കുന്നവര് അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം. മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഫെസിലിറ്റീസും ഇഷ്ടംപോലെ ഉണ്ട്. വണ്ടിയുടെ സീറ്റുകാരും കാര്യങ്ങളൊക്കെ പക്കയെടുപ്പ് വന്നിട്ടുള്ളൂ. പോളിഷ് ചെയ്തിട്ടില്ല. പോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും. അടുത്ത തവണ നമുക്ക് അഡ്വാൻസ് ആയതാണ്. അപ്പൊ ജീപ്പ് കോമ്പസിന്റെ ഒരു ലിമിറ്റഡ് നമ്മൾ കാണിച്ചിട്ട് നേരത്തെ ലോഞ്ചിറ്റ്യൂഡ് ആയിരുന്നു. ഇത് ലിമിറ്റഡ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ടോപ്പ് ഒന്നുകൂടി നമുക്ക് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഡിമാൻഡ് ബ്ലാക്കും അതേപോലെ റെഡും ഫുള്ള് ലോണും ചെയ്യാം. ഫുള്ള് ലോണും ചെയ്യാം. ഓക്കെ, ഇത് ഏറ്റവും ടോപ്പ് എൻഡ്. 2017 ലാസ്റ്റില് ഏറ്റവും ടോപ്പ് എൻഡ് ലിമിറ്റഡ് വരുന്ന ഓപ്ഷൻ വരുന്നതാണ്. ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമ്പനി വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ലെതർ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല വെൽ മെയിൻഡ് ക്വാളിറ്റി വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർഷിപ്പ്. ഒറിജിനൽ കേരള. സെക്കൻഡ് ഓണർഷിപ്പ്. മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം. വണ്ടി എന്നാൽ ഈ ഒരു വാഹനം നമ്മുടെ റോഡ് പ്രസൻസ് പറഞ്ഞാൽ റെഡ് കളറിന് അപാര റോഡ് പ്രസൻസ്. നല്ല മൈലേജും ആണ്, നല്ല പെർഫോമൻസും ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്. വണ്ടിയുടെ യാത്രാ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. ഇതിന്റെ പരസ്യം തന്നെ കാണാം. അത്രയും ഓഫ് റോഡ് ഡിസൈൻ ചെയ്തൊരു വാഹനമാണിത്. എങ്ങനെയായിരുന്നു നമ്മൾ ചോദ്യം? ഇത് നമുക്ക് കറക്റ്റ് വരുന്നത് 12 ലക്ഷം രൂപ കൊടുക്കാം. ഒറിജിനൽ കേരള ലിമിറ്റഡ് ക്വാളിറ്റി വരുന്ന വെഹിക്കിൾ. A to Z കമ്പനി സർവീസ്, 1.25 ലക്ഷം കിലോമീറ്റർ, ടോപ്പ് എൻഡ് ഓപ്ഷൻ. ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് പോന്നാൽ മതി. കമ്പനി നല്ലാതെ സർവീസ് ചെയ്തിട്ടില്ല. അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ആ വണ്ടി നല്ല വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ്. കറക്റ്റ് സർവീസ് ചെയ്തിട്ടുള്ള വാഹനമാണ്. ഈ വാഹനം നമുക്ക് വെറും 12 ലക്ഷം രൂപ കൊടുക്കാം.
നല്ല ഹൈ ക്വാളിറ്റി കസ്റ്റമറിന് 13 ലക്ഷം 15 ലക്ഷം ലോൺ ചെയ്യാം. 2-3 ലക്ഷം 3 ലക്ഷം ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാം. 3 ലക്ഷം 4 ലക്ഷം വരെ ക്യാഷ് ബാക്ക് കൊടുക്കാം നമുക്ക് ഈ വാഹനം. അടുത്താണ് വെർണ. ഈ ഒരു മോഡലിൽ നിന്നാണ് ആളുകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് സീറ്റ് വെന്റിലേഷൻ വരെ വന്നിരുന്ന ഒരു മോഡലില്ല. ഇത് ഓട്ടോമാറ്റിക്കും കൂടിയാണ്. 2000 ഓട്ടോമാറ്റിക് കൂടിയാണ്. ഓട്ടോമാറ്റിക് സൺറൂഫ് പ്രൊജക്ടർ ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഇത് നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും. 2017 9 മാസം 26 തീയതിയാണ് വണ്ടി ഡെലിവറി രജിസ്റ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസലിലാണ്. മൈലേജ് ഡീസൽ ഓട്ടോമാറ്റിക് 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനം. ഡീസലാണ്. 1.6 ആണ്. 4 ടയറും ഒരു 90% ഉപയോഗിക്കാൻ പറ്റുന്ന യോക്കോമയുടെ പുത്തൻ ടയറുകൾ. മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിൽ വന്നിട്ടില്ല. ഷോറൂമിൽ നിന്ന് ഒരു റൈറ്റ് സൈഡോ ബാക്ക് ഡോർ മാത്രം ഗ്ലാസ് ഒന്നും മാറിയില്ല. കമ്പനിയിൽ നിന്ന് ചെറിയ സ്ക്രാച്ച് ഉണ്ടായിട്ട് മാറിയിട്ടുണ്ട്. അവൈലബിൾ ആണ്. അപ്പൊ വെർണ XX 2017 ലാസ്റ്റ് സിംഗിൾ ഓണർ ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ തപ്പി അടക്കണ്ടെങ്കിൽ 8.25 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. ബെസ്റ്റ് പ്രൈസ് ആണ്. 8.25 ലക്ഷം രൂപക്ക് കേരളത്തിൽ ഇന്ന് ഈ വാഹനം കൊടുക്കില്ല. ഞാൻ വേറൊരു ഡീസൽ ഓട്ടോമാറ്റിക് ചെയ്തിരുന്നു. അതിന്റെ റേറ്റ് ഇതിനെക്കാട്ടി നമുക്ക് 2 ലക്ഷത്തിന്റെ ഡിഫറൻസ് വ്യത്യാസം. 10 ലക്ഷം 9.25 ലക്ഷം രൂപ 10 ലക്ഷം രൂപക്ക് വിൽപ്പന ഉള്ള വാഹനം. കമ്പനി സർവീസ് ചെക്ക് ചെയ്തിട്ട് മാത്രം വന്നാൽ മതി. ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഈ വാഹനം നമുക്ക് 8.25 ലക്ഷം രൂപ കൊടുക്കാം. 9 ലക്ഷം 9.5 വരെ ലോൺ ചെയ്യാം. അതാണ് അതിന്റെ മാർക്കറ്റ്. ശരിക്കും ആ വിൽപ്പന റേറ്റ് അതാണ്. ശരിക്കും ആ ഒരു ഡിഫറൻസ് നമുക്ക് ചെയ്യാം. അതും കമ്പനി ആ ക്ലെയിം ഉള്ളത് ഗ്ലാസ് ഒന്നും മാറിയില്ല. ഷോറൂമിൽ നിന്ന് ചെറിയ സ്ക്രാച്ച് ചെയ്തിട്ട് ഡോർ മാത്രം മാറിയിട്ടുള്ളൂ. ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് അതാണ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ചെറിയ പൈസക്ക് നല്ല സ്പേസും 1,40,000 രൂപക്ക് i20 ഡീസൽ കൊടുക്കാം. അതായത് ഓൾട്ടോന്റെ പ്രൈസിന് കൊണ്ടാൻ പറ്റുന്ന 2009 മോഡല് പുതിയ പേപ്പർ ഇപ്പൊ നല്ലൊരു എല്ലാ പേപ്പറും ക്ലിയർ ആണ്. പുതിയ പേപ്പർ എടുക്കണം. നമുക്ക് നമുക്ക് വേണമെങ്കിൽ എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാൻ പറ്റും പേപ്പർ. ഈ 2009 മോഡല് ആസ്റ്റ ഓപ്ഷൻ ഡീസൽ ആസ്റ്റ വരുന്ന വാഹനം. ഇൻഷുറൻസ് പുതിയത്. ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ഉള്ള വാഹനം. ഗ്ലാസിന് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. നമുക്ക് ലീക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2009 ആണ്. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. നമുക്ക് അതേ കമ്പനി വന്ന അതേ ഗ്ലാസ് കാര്യങ്ങളില്ല. 2009 മോഡൽ ഡീസൽ എത്ര 1.40 കൊടുക്കുക കേട്ടോ. 1.40. ഇനി പേപ്പർ എടുക്കേണ്ട കസ്റ്റമർക്കാണെങ്കിൽ ആ പൈസ നമുക്ക് കുറച്ചെടുക്കാം. അങ്ങനെ ഒരു 5-8 മാസം കൂടി പേപ്പർ എടുക്കാണ്ടാവും. ആ പേപ്പർ ആ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ പേപ്പർ എടുത്താലും മതി. സുഖമാണ്. ഡീസലാണ്. 2009 ആണ്. ധൈര്യപ്പെട്ടെടുക്കുക. കാരണം 18 വരെ മൈലേജും കിട്ടും. പെർഫോമൻസ് ABS ബാക്ക് വൈപ്പർ അലോയ് എല്ലാം വരുന്ന ഏറ്റവും ടോപ്പിന്റെ വണ്ടി. അടുത്ത തവണ WRV നമ്മൾ വൈറ്റ് ഒരു 3 പരിചയപ്പെട്ടു. ഇനി തവണ ഗ്രേ വേണ്ടവർക്ക് ഇതും സിംഗിൾ ഓണർ കേരള വണ്ടി 17 ലാസ്റ്റ് വാഹനം. സിംഗിൾ ഓണർ ഇത് എത്ര കൊടുക്കാന്നോ? 6.5 ലക്ഷം രൂപ കൊടുക്കാം. ചെറിയൊരു പ്രൈസ്. അതും കമ്പനി സർവീസ്. സിംഗിൾ ഓണർ സർവീസ് ബുക്ക് സെക്കൻഡ് ചാവി 4 പുത്തൻബാക്കിന്റെ പ്രൈസിന് നമുക്കൊരു സബോമീറ്റർ 4 പുത്തൻകാരുള്ള കേരള വാഹനമായിട്ടത്. റീവാഹനല്ല. ഒരുപാട് ഓണർഷിപ്പ് മാറിയതല്ല. റീപ്ലേസ് ഇല്ല. ഇതൊക്കെ ക്വാളിറ്റി വരുന്ന വാഹനം. 4 പുതിയ ടയർ. അതേപോലെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാര്യങ്ങൾ. പിന്നെ ഡീസലും കൂടിയാണ്. 24 കിലോമീറ്റർ കൺഫേം മൈലേജ്. നല്ല കുഴപ്പമില്ലാത്തൊരു നമ്പറും ഉണ്ട്. ഈ ഒരു വാഹനം നമുക്ക് SMT ആണ് വരുന്നത്. ഡീസൽ IV ടെക് എഞ്ചിനാണ്. ID ടെക് എഞ്ചിനാണ്. WRV മറ്റേ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നതാണ്. ഒരു സൺറൂഫിന്റെ കുറവുണ്ടെന്ന് പറയാം. ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6.5 ലക്ഷം ഫുൾ ലോൺ ചെയ്യാം. അപ്പൊ അതാണ് ഡെയിലി യൂസിന് മൈലേജ് ഒക്കെ ബുള്ളറ്റ് ഒക്കെ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു മൈലേജിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടി എന്ന് പറയാം. കിടിലൻ വണ്ടിയാണ്. അടുത്ത തവണ നമുക്കൊരു കിടക്കാച്ച വണ്ടി 1585 RXL എയർ ബാഗ് ABS അലോയ് വീല് ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന മൈലേജും ഉണ്ടാവും. പെർഫോമൻസും ഉണ്ടാവും. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം കിട്ടുന്ന കിടിലൻ വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 സെക്കൻഡ് ഓണർ 1.25 ലക്ഷം കിലോമീറ്റർ 4 പുതിയ ടയർ അലോയ് വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല.
ഈ ഒരു വാഹനം 5.5 ലക്ഷം രൂപക്ക് നമുക്ക് കൊടുക്കാം. അതിൽ 6.5 ലക്ഷം വരെ ലോൺ ചെയ്യാം കസ്റ്റമർക്ക് വേണമെങ്കിൽ. പക്ഷെ 6 ലക്ഷം അതെ ലോൺ ചെയ്യണമെങ്കിൽ നമ്മളെ ബാങ്കിങ് അത്യാവശ്യം വേണം. നമുക്ക് ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. അത് നമുക്ക് തവണ ബെസ്റ്റ് പ്രൈസിന് മൈലേജിന്റെ കാര്യത്തിലാണ് കിഡ്ലം മൈലേജ് 85 ആണ്. കംപ്ലൈന്റ് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഡസ്റ്റർ ശരിക്കും ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു എഞ്ചിൻ 85 എഞ്ചിനാണ്. ഒന്ന് മൈലേജ് ഉണ്ട്, മെയിൻ്റെനൻസ് കുറവാണ്. ഏകദേശം ഒരു 20 കിലോമീറ്റർ 18 കിലോമീറ്റർ കൺഫേം മൈലേജ്. അതായത് നമ്മൾ സ്വിഫ്റ്റിനൊക്കെ കിട്ടുന്ന അതേ മൈലേജ് കിട്ടും. CC ഉണ്ട്. നമുക്ക് ഇൻഷുറൻസും കുറവാണ്. ടയർ നോക്കി എല്ലാം 24 ഡേറ്റ് വരുന്ന 4 പുതിയ ടയർ, 5.5 ലക്ഷം IDV ഉള്ള പുതിയ ഇൻഷുറൻസ്. എടുക്കുന്ന കസ്റ്റമർക്ക് 1 രൂപ ചെലവാക്കാനില്ല. നേരെ വണ്ടി അടിച്ച് എണ്ണ അടിച്ച് അങ്ങ് പോയാൽ മതി. ഇനി അധികം കാണാത്തൊരു വാഹനമാണ് എലൻട്ര. വെർണനേക്കാളും ക്വാളിറ്റിയും വെർണനേക്കാളും അതായത് ഒരു പ്രീമിയം ലെവലിൽ ഉണ്ടായി ഇറക്കിയിരുന്ന ഒരു വാഹനമാണ്. ഏകദേശം ഇപ്പൊ ഓഡി A6ന്റെ സെയിം ഫീച്ചേഴ്സ് വരുന്ന വാഹനം. 2017 രജിസ്റ്റർ 16 മോഡല്, ഏറ്റവും ടോപ്പ് എൻഡ് തൊട്ട് താഴെ ഒരു സ്പോർട്ടി ലെവലിലൊക്കെ ഒരു ഇറക്കിയിരുന്ന ഒരു വാഹനമാണ്. അതെ 2016 മോഡൽ 17 രജിസ്റ്റർ. ഒരു സിവിക്കിന്റെ ന്യൂ മോഡലിലൊക്കെ കിടപിടിച്ച് വന്നൊരു വാഹനം, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഫുള്ള് കമ്പനി സർവീസ് ആണ്. ഇപ്പൊ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് A to Z കമ്പനി സർവീസ്, സിംഗിൾ ഓണർ ആണ്. അന്നൊക്കെ ഡോക്ടർമാർക്കല്ലാതെ ഈ വാഹനം ഇറക്കാൻ കഴിയൂല, അത്രയും റേറ്റ് ഉള്ളതാണ്. ഇന്നൊക്കെ നമ്മളെല്ലാരും എല്ലാ വാഹനം ഇറക്കി തുടങ്ങിയത്. പക്ഷെ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്ന ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ട് ഒരു 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസുള്ള 17 രജിസ്റ്റർ വരുന്ന എലൻട്ര സിംഗിൾ ഓണർ വാഹനം. ഇത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ 9-10 ലക്ഷം രൂപക്ക് വിറ്റ് വരുന്ന വാഹനം 8.5 ലക്ഷം രൂപ കൊടുക്കാം. നമ്മൾ മാർക്കറ്റ് പ്രൈസിനേക്കാൾ 2 ലക്ഷം രൂപ വ്യത്യാസത്തിൽ കൊടുക്കാം. ക്യാഷ് ബാക്കും 1 ലക്ഷം രൂപന്റെ അടുത്ത് ക്യാഷ് ബാക്കും കൊടുക്കാൻ പറ്റുന്ന ഡീസലാണ് വണ്ടി. ഡീസൽ വരുന്നതാണ്. ഡീസലിന് ഏകദേശം 1.6 സെയിം മൈലേജ്, 18 കിലോമീറ്റർ മൈലേജും കിട്ടുന്ന അടിപൊളി വാഹനം. അടുത്ത ഒരു 7 സീറ്റർ. അതെ, ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഒരു സാധാരണക്കാരന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വാഹനം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും TUV 300 എന്ന് പറയാം. കാരണം മൈലേജ് ഒരു 17-18 മൈലേജ് ഉണ്ട്. ഇൻഷുറൻസും കുറവാണ്. ഇൻഷുറൻസ് നമുക്ക് ആകെ ഷിഫ്റ്റിന്റെ റിഡ്സിന്റെ കഥ ഇൻഷുറൻസ് വരുന്നുള്ളൂ. 1.5 ആണിത്. 1500 എംഹോക്ക് എഞ്ചിനാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. T8 എന്ന വാഹനം. 5.25 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 16 ലാസ്റ്റ് സെക്കൻഡ് ഓണർ, ഒരു റീപ്ലേസും ഇല്ലാത്ത ഒരു വാഹനം. 5.25 ലക്ഷം രൂപയിൽ 5.25 ലക്ഷം ലോണും ഫുൾ ലോണിൽ കൊണ്ടുപോകും ചെയ്യാം. കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ, മാക്സിമം റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതൊക്കെ പിന്നെ ഡീസൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഡീസൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഇതിന് T2 ഉണ്ട്, T4 ഉണ്ട്, T7 ഉണ്ട്, അല്ല T8 ആണിത്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. രണ്ട് പ്രീമിയം ലെവലിലുള്ള 2 7 സീറ്റേഴ്സ് എന്ന് പറയാം. അതിൽ ആദ്യം തന്നെ നമുക്ക് ഒറിജിനൽ കേരള പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ 7777. നല്ല ഫാൻസി നമ്പർ. സിംഗിൾ ഓണർ ആട്ടത്. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ ബ്ലാക്ക് കളറിലുള്ള ഒരു വാഹനം. ഫോർച്യൂണർ വെൽ മെയിൻറ്റൈൻഡ് എന്ന ഒരു സർവീസും പുറത്തുനിന്ന് ചെയ്തില്ല. അത്രയും നമുക്ക് ഇന്ന് കമ്പനിന്നല്ലാതെ ഈ വണ്ടി ഒരു സർവീസ് പുറത്തുനിന്ന് ചെയ്തിട്ടില്ല. അത്രയും വെൽ മെയിൻറ്റൈൻഡ് ഒരു വാഹനം. 2009 മോഡലില് ഒറിജിനൽ കേരള, പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് നിലവിലുണ്ട്. അതുകൊണ്ട് പുതിയ എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വാഹനം സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. 2009 മോഡല് ഒറിജിനൽ കേരള. ഈ ഒരു വാഹനം നമുക്ക് പുത്തൻ പേപ്പർ എടുത്തിട്ട് 9.5 ലക്ഷം രൂപ കൊടുക്കാം. ബെസ്റ്റ് പ്രൈസ്. 8 ഓണർ ആയതും 7 ഓണർ ആയതും 10 ഓണർ ആയതും അല്ല, ഒറ്റ ഓണർഷിപ്പിലുള്ള കമ്പനി സർവീസ് ഹിസ്റ്ററി കൊടുത്ത 5000 ചെക്കപ്പ്, 10,000 സർവീസ്, 3.5 ലക്ഷം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ്. 24 6 മാസം വരെ കമ്പനി സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടാണ് ഈ വാഹനം നമുക്ക് കിട്ടുന്നത്. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വാഹനം നമുക്ക് 9.5 ലക്ഷം രൂപ കൊടുക്കാം. ഏകദേശം നിങ്ങൾ റീവണ്ടി അന്വേഷിച്ചായിരുന്നാലും 8 ലക്ഷം രൂപ ആ റേഞ്ചിൽ വരുന്നുണ്ട്. അത് നമുക്കാണ് ഫുൾ ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. അതും ഫുൾ ബ്ലാക്ക് കമ്പനി വരുന്ന ആൻഡ്രോയിഡ് സീരിയോ, പുതിയ സീറ്റ് കവർ, വെൽ മെയിൻറ്റൈൻഡ് സർവീസ് ഉള്ള വാഹനം കൊടുക്കാൻ പറ്റും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അടുത്ത തവണ വീണ്ടും ഒരു കിഡ്ലൻ 7 സീറ്റർ. അതെ, നമ്മള് ഇത് ഓട്ടോമാറ്റിക്
ഓട്ടോമാറ്റിക് 18 മോഡല് 18 ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് 2018 പെട്രോൾ ഇറങ്ങിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഡീസൽ ഓട്ടോമാറ്റിക്കില് നമുക്ക് 7 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. അടിപൊളി വെൽ മെയിൻറ്റൈൻഡ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനം. 2018 ലാസ്റ്റ് 2018 ലാസ്റ്റ് 2018 ലാസ്റ്റ് ഓട്ടോമാറ്റിക് വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, എത്ര നമ്മള് ചോദിക്കണേ? ഈ വാഹനം നമുക്ക് കറക്റ്റ് ഇന്ന് 12 ലക്ഷം രൂപക്കൊക്കെ വിൽപ്പനയുള്ള വാഹനം. 1,18,000 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. വെറും 9,90,000 രൂപക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാം. 9,90 മാത്രമല്ല, ഇതിന്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? 10 ലക്ഷത്തിന്റെ മുകളിൽ ലോണും ചെയ്യാം. 10 ലക്ഷത്തിന്റെ മുകളിൽ നമുക്ക് ലോണും ചെയ്യാം. സിംഗിൾ ഓണർ ആണ്, കമ്പനി സർവീസ് ഉണ്ട്, എല്ലാം ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഒരു റീപ്ലേസ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങൾ ഒന്നും വാഹനത്തിലില്ല. ഈ ഒരു നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് വ്യത്യാസത്തിൽ കൊടുക്കാം മാർക്കറ്റ് റേറ്റിനേക്കാൾ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ RB മോട്ടോഴ്സിന്റെ ഇനി ഒരു അടിപൊളി കിടക്കാച്ചി കളക്ഷൻ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഓണം വരെ ഓണത്തിന് മുന്നേ നമുക്ക് ഓണത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് നല്ല ഓഫറുകളൊക്കെ ആയിട്ട് നമുക്ക് തീർക്കം എത്തിയിട്ടുണ്ട്. സോ മിസ്സാക്കണ്ട. അതും ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനാൻസ് സ്കീമാണ് ഇത്തവണത്തെ നല്ല പ്രൈസുകളൊക്കെ. സാധാരണ നമുക്ക് ഫുൾ ഓണും ക്യാഷ് ബാക്ക് നമുക്ക് ഇവിടുത്തെ സ്ഥിരം പതിവുകളാണ്. ഇന്നത്തെ നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് പുതിയ വണ്ടി എടുക്കുന്ന അതേ EMI നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുക എന്നുള്ളതാണ്. സോ മിസ്സാകണം. നല്ല അടിപൊളി ഓഫറാണ്. നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലിക്ക് കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളി. നമ്മൾ RB മോട്ടോഴ്സ് നേരെ പോരി മലപ്പുറം ജില്ലയിലെ വണ്ടൂര്, അതായത് പെരിന്തൽമണ്ണ 20 കിലോമീറ്റർ, മഞ്ചേരി 20 കിലോമീറ്റർ. ഈ ട്രെയിൻ നിങ്ങൾ വരികയാണെങ്കിൽ ഷൊർണൂർ നമുക്ക് നിലമ്പൂർ റൂട്ടിൽ വാണിയമ്പലം എന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നേരെ വന്നാൽ മതി. പെരിന്തൽമണ്ണ റൂട്ടിൽ റിലയൻസ് ഫ്രണ്ട്സിന്റെ അടുത്ത് വ്യാപാരവൻ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ലോങ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രാത്രി വന്നാലും പ്രശ്നമൊന്നുമില്ല. എടുത്തുള്ളവരൊക്കെ മാക്സിമം നമ്മളൊരു 7 മണിന്റെ മുമ്പായിട്ട് വരാൻ നോക്കുക. ലോങ് ഉള്ളവർ നമ്മൾ പ്രത്യേക പരിഗണന. പ്രവാസികളൊക്കെ ഉള്ള ആളുകളൊക്കെ നമുക്ക് പെട്ടെന്ന് വണ്ടി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈമിലും പോകുന്നോളി. അതൊക്കെ നമുക്ക് പ്രത്യേക പരിഗണന ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടറിഞ്ഞ ഒരു വീട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുക, മാക്സിമം 7 മണിക്ക് മുമ്പ് നിങ്ങൾ വരാൻ ശ്രമിക്കുക. അപ്പൊ ഏത് സമയത്ത് നമുക്ക് വന്നാൽ ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഏത് സമയത്ത് നിങ്ങൾക്ക് 50ഓളം വണ്ടികൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ നമുക്ക് ഇനി അടുത്തൊരു പാർട്ടില് നല്ല കിടുകാജി കളക്ഷൻ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. അപ്പോൾ ഇസ്മി റിയാസ് ആൻഡ് സമീർ സൈനിങ് ഓഫ്.